ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്ന നിഗൂഢമായ ഒരു റേഡിയോ സിഗ്നൽ ഓരോ 22 മിനിറ്റ് കൂടുമ്പോഴും 5 മിനിറ്റ് നേരം ദൈർഘ്യത്തിലേക്ക് നമ്മുടെ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 15,000 ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള അന്യഗ്രഹ ജീവികളുടേതായിരിക്കുമോ? ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്ന വിചിത്രവും സ്ഥിരവുമായ ഒരു റേഡിയോ സിഗ്നൽ 35 വർഷത്തിലേറെയായി നമ്മുടെ ഗാലക്സിയിലൂടെ പ്രതിധ്വനിക്കുകയാണ്. കുഡ് ദിസ് ബി ദി ആക്ട് ഓഫ് എൻ ഏലിയൻ സിവിലൈസേഷൻ or something even stranger? ഇന്ന് നമ്മൾ ഓരോ 22 മിനിറ്റിലും കൃത്യം 5 മിനിറ്റ് നേരത്തേക്ക് റേഡിയോ സിഗ്നൽസ് പുറപ്പെടുവിക്കുന്ന GPM J1839-10 എന്ന ആ മിസ്റ്റീരിയസ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ഡയറി ഓഫ് രാജു. പൾസേഴ്സ്, ഫാസ്റ്റ് റേഡിയോ ബേഴ്സ് എന്നിവ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനുള്ള റേഡിയോ ടെലിസ്കോപ്സാണ് ഈ വിചിത്രമായ സിഗ്നൽ ആദ്യമായി കണ്ടെത്തിയത്. സയൻറ്റിസ്റ്റ് അന്ന് കരുതിയത് ഇതൊരു ഗ്ലിച്ചാണെന്നാണ്. പക്ഷേ അതിൻ്റെ സ്ഥിരവും വിചിത്രവുമായ പാറ്റേൺ അവരെ അത്ഭുതപ്പെടുത്തി. സർപ്രൈസിംഗ് ആയ മറ്റൊരു കാര്യം എന്തെന്നാൽ ആസ്ട്രോണമേഴ്സ് ഓൾഡ് ഡാറ്റ ചെക്ക് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് 1988 മുതൽ ഒരുപക്ഷെ അതിനു മുന്നേ തന്നെ ഈ സിഗ്നൽ ആക്റ്റീവ് ആണെന്ന് കണ്ടെത്തി. അപ്പോൾ എന്താണ് GPM J1839-10? ഇത് ഒരു അത്യന്തം അത്ഭുതകരമായ കോസ്മിക് ഒബ്ജക്റ്റാണ്. ഇത് ഒരു അപൂർവമായ റിപ്പീറ്റിംഗ് റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കുന്നു. ഈ സിഗ്നൽ 22 മിനിറ്റ് ഇടവേളകളിൽ 5 മിനിറ്റ് നേരത്തേക്ക് സ്ഥിരമായി പുറപ്പെടുന്നു. അതിലേറെ അത്ഭുതകരം, ഈ സിഗ്നൽ കഴിഞ്ഞ 35 വർഷമായി തുടരുകയാണ്. ഈ വസ്തു മിൽക്കി വേ ഗാലക്സിയിലുള്ള സ്കാറ്റം കോൺസ്റ്റലേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15,000 ലൈറ്റ് ഇയേഴ്സ് അകലെ. സോ വാട്ട്സ് കോസിംഗ് ദിസ്? എ ന്യൂട്രോൺ സ്റ്റാർ, എ മാഗ്നറ്റാർ, ഓർ സംതിങ് വി ഹാവ് നെവർ സീൻ ബിഫോർ? ഒരു തിയറി സൂചിപ്പിക്കുന്നത് ഈ സോഴ്സ് ഒരുതരം മാഗ്നറ്റാർ, അതായത് ഒരു ഹൈലി മാഗ്നറ്റൈസ്ഡ് ന്യൂട്രോൺ സ്റ്റാർ ആയിരിക്കാമെന്നാണ്. ഈ സ്റ്റാർസ് എനർജി ബേഴ്സ് പുറപ്പെടുവിക്കുന്നതിന് പേര് കേട്ടവയാണ്. എന്നാൽ മാഗ്നറ്റാർസ് യൂഷ്വലി ഓരോ 22 മിനിറ്റിലുമല്ല, എവറി ഫ്യൂ സെക്കൻഡ്സിലും സ്പന്ദിക്കുന്നവയാണ്. അതായത് പൾസാർസ് അല്ലെങ്കിൽ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ സാധാരണയായി ചില സെക്കൻഡ്സ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സ് ഇടവേളകളിൽ സിഗ്നൽസ് പുറപ്പെടുവിക്കുന്നു. എന്നാൽ 22 മിനിറ്റ് പീരീഡുള്ള GPM J1839-10 ഒരു അപൂർവ പ്രതിഭാസമാണ്. ഇത് നിലവിലുള്ള ഏതെങ്കിലും കോസ്മിക് ഒബ്ജക്റ്റിൻ്റെ പ്രൊഫൈലിനൊപ്പം ചേർന്ന് നിൽക്കില്ല. ഈ സ്ട്രേഞ്ച് പീരിയോഡിസിറ്റി ഇതിനെ മറ്റേതൊരു നോൺ സെലസ്ഷ്യൽ ബോഡികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു യുണീക്ക് ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നു. കുഡ് ഇറ്റ് ബി ഏലിയൻസ്? സ്വാഭാവികമായി ഇത് ഏതെങ്കിലും ഇൻ്റലിജൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു രൂപമാണോ എന്ന് ചിലർ ആശ്ചര്യപ്പെടുന്നു. കാരണം റെഗുലർ റിപ്പീറ്റിംഗ് നാച്ചുറലുള്ള ഈ സിഗ്നൽ ഡിസ്റ്റൻറ്റ് ബീക്കൺ പോലെയുള്ള ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജിയെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ ഏലിയൻ സിദ്ധാന്തം കൗതുകകരമാണെങ്കിലും നിഗമനങ്ങളിലേക്ക് എത്തുന്നതിനെതിരെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രപഞ്ചം വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങളാൽ നിറഞ്ഞതാണ്. ദ കീ ടു സയൻസ് ഈസ് റൂളിംഗ് ഔട്ട് നാച്ചുറൽ കോസസ് ഫസ്റ്റ്. സോ വാട്ട്സ് നെക്സ്റ്റ്? ഇൻവിസിബിൾ സോഴ്സിൻ്റെ ഒരു ഗ്ലിംപ്സ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആസ്ട്രോണമേഴ്സ് ഇപ്പോൾ ഈ സ്ട്രേഞ്ച് ഒബ്ജക്റ്റിനെ കൂടുതൽ സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് പഠിക്കുകയാണ്. സിഗ്നലിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഒരു സ്റ്റാർ അല്ലെങ്കിൽ പ്ലാനറ്റ് കണ്ടെത്തിയില്ലെങ്കിൽ അത് നമ്മെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഒരു ബ്രാൻഡ് ന്യൂ ടൈപ്പ് ഓഫ് കോസ്മിക് ഒബ്ജക്റ്റിലേക്കാവാം. ഒരുപക്ഷെ ഫിസിക്സിനെ കുറിച്ചുള്ള നമ്മുടെ നിലവിലെ ധാരണയെ ധിക്കരിക്കുന്ന ഒന്ന്. അതൊരു ന്യൂ ക്ലാസ് ഓഫ് സ്റ്റാർ, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ച് മാഗ്നറ്റാർ, അതുമല്ലെങ്കിൽ എൻറ്റയർലി അൺഎക്സ്പെക്റ്റഡ് ആയ മറ്റെന്തെങ്കിലുമോ ആകട്ടെ. GPM J1839-10ൻ്റെ നിഗൂഢത സ്പേസ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിൻ്റെ തെളിവുകൾ കണ്ടെത്താനുള്ള ഒരു വാതിലായിരിക്കുമോ ഈ GPM J1839-10? അതോ ഇതിലൂടെ പ്രപഞ്ചത്തിലെ വിചിത്രമായ മറ്റൊരു രഹസ്യം കണ്ടെത്താനാവുമോ? അൻറ്റിൽ ദെൻ വി വിൽ കീപ് ലിസണിങ്. ഇതുപോലെയുള്ള കോസ്മിക് പസിൽസ് കാണാനും കേൾക്കാനും താല്പര്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
ബൈ.